എനിക്ക് വയ്യ. ഇത്ര നന്നായിട്ട് ഏട്ടൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയേ ഇല്ല. എന്റെ കയ്യും കണ്ണും ഒക്കെ കറക്റ്റ് ആയിരുന്നില്ലല്ലേ? അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കയ്യും കണ്ണും ഒക്കെ കാണിച്ചല്ലേ എന്നെ വീഴ്ത്തിയത്. ഇല്ല, ഞാനാ ചോദിക്കണം, നിനക്ക് സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ വനിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടക്കുന്ന ക്ലബിന്റെ പരിപാടിയിലൊക്കെ ഞങ്ങൾ ആണുങ്ങൾ എന്തിനാണ് വിളിച്ചടിക്കുന്നത്? അതുകൊള്ള ഞാൻ വഴിയിലുള്ള ആണുങ്ങളെയൊന്നും അല്ലല്ലോ വിളിച്ചു കയറ്റി മത്സരിപ്പിക്കുന്നത്. നമ്മുടെ ക്ലബിലെ വിമൻസിന്റെ ഹസ്ബൻഡ്സിനെയാണ് ഞാൻ മത്സരിപ്പിക്കുന്നത്. ശരി, ആയിക്കോട്ടെ. അതെ, മത്സരിക്കുന്നതൊക്കെ കൊള്ളാം. ഫസ്റ്റ് വാങ്ങി ട്രോഫിയുമായിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഡിവോഴ്സ് ഉറപ്പാ. ഫസ്റ്റ് വാങ്ങാന്ന് പറഞ്ഞല്ലോ. അല്ലെ, ഇതിന്റെ പ്രസ്റ്റീജിന്റെ കുഴപ്പമാണ്. നിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ, ഞാൻ ഏറ്റത്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ FB-യിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടായിരുന്നു. ഇട്ടപ്പോ മറ്റേ ഷേഡി ഉണ്ടല്ലോ, അവള് കയറി കമന്റ് ചെയ്തേക്കുന്നു, അയ്യോ നന്നായിട്ടുണ്ട്, ഇതിനെക്കാളും നന്നായിട്ട് എന്റെ ഭർത്താവ് കളിക്കുന്നു. പിന്നല്ലാണ്ട് അപ്പൊ തന്നെ ഞാൻ വെല്ലുവിളിച്ചെന്നേ, വരാൻ പറഞ്ഞു, വന്ന് ഇവിടെ നിന്ന് കളിച്ചു നോക്കട്ടെ. കളിച്ചിട്ട് ആരാ നന്നായിട്ട് കളിക്കണമെന്ന് അറിയാലോ നമുക്ക്. എന്തോ വേണ്ടായിരുന്നു, ഇതെന്റെ പ്രസ്റ്റീജിന്റെ കുഴപ്പമാണ്. എനിക്ക് ക്ഷീണം. എന്താ ക്ഷീണം? തല ഇറങ്ങണം. അയ്യോ, ഇത് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറന്നു കേട്ടാ. ഏട്ടന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. പിന്നെ ഞാനേ മുട്ടയും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിട്ടിട്ടുണ്ട്. പഴം പുഴുങ്ങേണ്ട കാര്യമില്ല, ഇത് പുഴുങ്ങി ഇരിക്കല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നേ കളിയാ. നീയൊക്കെ വെറുതെ കിടന്ന് വല്ലുള്ളായിട്ട് വെല്ലു വിളിച്ചിട്ട് എനിക്കിടന്ന് ഡാൻസ് കളിക്കാനൊന്നും വയ്യ. എന്റെ പൊന്നു മനുഷ്യ, ഇതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നിന്റെ പ്രസ്റ്റീജ് ആണെങ്കിൽ പ്രഷർ കുക്കർ ആണെങ്കിൽ അത് നിന്റെ കൈ വെച്ചോടും. അത് എന്നെ അറിഞ്ഞൂടാത്ത വിഷയം ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ ഞാൻ ദൈവത്തെ ഓർത്തൊരു കാര്യം പറയണം. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. അളിയനാ തുമ്പിയാ? മൂങ്ങേനെ പോലത്തെ ഫിഗറും വെച്ചിട്ട് തുമ്പിയാണെന്ന്. അളിയൻ പിന്നെ വെള്ളരിപ്രാവാണല്ലോ. അളിയ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പെങ്ങളെ കണ്ണീര് വീഴ്ത്തരുത് ഇവിടെ. 4 കൊലയും ചെയ്തിട്ട് വന്ന് അവൻ ഇറങ്ങിയിരിക്കുകയാണ് പെങ്ങൾക്ക് വേണ്ടി. അന്ന് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ, എനിക്ക് ഡാൻസിന്റെ ABCD അറിഞ്ഞൂടാ. ABCD അളിയൻ ആ താളത്തിൽ ഒപ്പിച്ചങ്ങ് കളിച്ചാൽ മതി. ഒന്ന് നിർത്തിക്കേ. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ നന്നായിട്ട് പ്രാക്ടീസ് കളിപ്പിച്ചല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം? എങ്ങനെയാടി നമ്മൾ സംബന്ധിച്ചത്? ഞാൻ കാണിച്ചു തരാം, ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, പിന്നെ ചേട്ടൻ മനസ്സിലാവുമല്ലോ. വെജിറ്റേറിയൻ ഹോട്ടലിൽ കുബേർ കുഞ്ചി ഇരുന്ന് ആട്ട് നടക്കലുണ്ട്. മതി, എനിക്ക് പഴമൊന്നും വേണ്ടെന്നേ. എന്തായാലും ഒന്ന് വിളിച്ചേക്കാം അവിടെ. മോളി, ജ്യൂസ് കൊണ്ട് അങ്ങോട്ട് പോണെന്തിനാ? വാ, നമുക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കുടിക്കാം. മോളി, ഓ ഷേളി, വാവ്, ഹൗ യു ഡാ? ഹായ് ഡാ. ഹായ്. വെള്ളമൊന്നും വേണ്ടായിരുന്നു. ഇത് തനിക്കല്ലടോ, എന്റെ ഹസ്ബൻഡാണ്. അതെ, നിങ്ങൾ ഇരിക്കാനൊന്നുമില്ല. ഞാന് നിന്നെ കൊറേ വിളിച്ചായിരുന്നു കേട്ടോ. നീ ഫോൺ എടുത്തില്ല, ഹെവി പ്രാക്ടീസ് ആയിരുന്നല്ലേ. അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും ഹസിന് ടൈം ഇല്ലടോ. എടോ, താൻ അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട, ഞാനത് ചുമ്മാ കമന്റ് ചെയ്തതാടോ. എന്തായാലും എന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു വെറുതെ നമുക്ക് തമാശക്കൊന്നും ചെയ്യാന്ന്. ഞങ്ങളും അങ്ങനെ വലുതായിട്ടൊന്നും ഞങ്ങളും വലുതായിട്ടൊന്നും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. 1 മണി വരെ നിന്നതാ. ഉറങ്ങിയില്ലെന്നാണല്ലേ? ഉറക്കം വരില്ല. ഓക്കെ, എന്തെങ്കിലും സന്തോഷം? എന്താ നമ്മള് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കാര്യങ്ങളാ. ഞാനിവിടെ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഹസു ഭയങ്കര ഡാൻസർ ആണ്. പിന്നെ സെമി ക്ലാസിക്കൽ പുള്ളിക്ക് താല്പര്യമില്ല, സിമ്പിൾ അല്ലേ. പുള്ളിക്ക് ഈ കഥക്കാണ് താല്പര്യം. കഥക്കിന്റെ 2 സ്റ്റെപ്പ് ഇടും, നോക്കട്ടെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല, കഥക്ക് അറിയാം, ഇപ്പൊ ചെയ്യും. നീ കൂടെ ചെയ്യടി. പാട്ടിട്ടോ. ഞാനും കൂടെ ധൈര്യത്തിന് നിൽക്കുവാണ്. പുള്ളിയുടെ ധൈര്യം പാട്ടിട്ട്. പേടിയാവുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ വാഷ്റൂം എവിടെ ഉണ്ടെന്ന് അറിയാം. വാഷ്റൂം ഇവിടെ ഇല്ല, ഞാൻ അങ്ങനെ കുഴപ്പമില്ല, കഥക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നോക്കാം. എന്താ പ്ലാൻ? നീ എന്തിനു കയറി വെല്ലുവിളിക്കല്ലേ? നടക്കുന്നു. ഞാൻ പറഞ്ഞല്ല, എന്റെ പെങ്ങടെ കണ്ണീര് എന്തോ ചെയ്യാനാടി? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇങ്ങനെ വെല്ലുവിളിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? ഏട്ടാ, അവള് ഭയങ്കര വൈറലാവാൻ വേണ്ടിട്ട് വീഡിയോ ഇടുമ്പോ പിന്നെ ഞാൻ മാത്രം തോറ്റു കൊടുക്കുന്ന പറയാൻ പറ്റുമോ? അവനിത് എവിടെ പോയി ഒരു ആശ്വാസം തരാനുള്ള എനിക്ക് എങ്ങോട്ടെങ്കിലും എനിക്ക് ഇതൊക്കെ പറ്റില്ല. അല്ല, ഇത് എങ്ങനെ ജയിക്കാനാ? വീണ്ടും നാണക്കേട് വെക്കത്തില്ലോ.
എന്തായാലും നമ്മൾ മത്സരിച്ചേ പറ്റുള്ളൂ. സംഭവം ഉണ്ട്. എന്താ സംഭവം? ആ പൈപ്പിൻ ചോട്ടി പാത്രം കഴിഞ്ഞ് വെച്ചിട്ട് വിമ്മ ഇത് എന്തിനാ? അവർക്കുള്ള വെള്ളം അവിടെ ഇരിപ്പില്ലേ? വെല്ലുവിളിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. കഥകൾ മൊത്തം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പടച്ചോടി മോളി ഒന്നിറങ്ങി വന്നിട്ട് കൊള്ളായിരുന്നു. അന്നൊരു നമുക്കൊരു one minute. ജസ്റ്റ് ഒന്ന് ഉറച്ചിട്ട് പോണം. വൈകുന്നേരം കുറച്ച് പറക്കലിൽ കുറച്ച് സായിപ്പന്മാർ വെയിറ്റ് ചെയ്യുന്നത്. എന്തുപറ്റി? കേരളം നടണം. ഓഹോ, പഠിപ്പിക്കാനായിട്ട് പോകുന്നു. ചെറുതായിട്ടൊക്കെ. Okay. ഓക്കെ, അപ്പം തുടങ്ങാല്ലേ? തുടങ്ങാം. ഒരു മിനിറ്റ് തുടങ്ങാൻ വരട്ടെ. പ്ലീസ് ഒരു മിനിറ്റ്. എന്റെ ഏട്ടന്റെ ഹെൽത്ത് എനിക്ക് അല്ല, പ്രധാനമാണ്. ജ്യൂസ് കുടിച്ചിട്ട് പയ്യെ തുടങ്ങിയാൽ മതി. അതെ. അല്ല, വെള്ളം കുടിച്ചിട്ട് തുടങ്ങിയാൽ മതി. അല്ല, നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞിട്ട് തളരുമ്പോ പോരെ. ഇല്ല, പറ്റില്ല. സ്ട്രോങ് ആയിട്ട് കളിക്കണ്ടേ? എന്താ തോൻ കുടിച്ചോ. നല്ല അതെ. ഓക്കെ, 1 minute. തൊട്ട് തൊഴുതോ. ഏട്ടാ ഓർമ്മയുണ്ടല്ലോ. പിടിച്ചോ. ഏട്ടാ നന്നായിട്ട് ഇളകി കളിക്കണം കേട്ടോ. കളിക്കുമ്പോ എന്തായാലും ഇളവുമല്ലോ. ഒരു മിനിറ്റ്. എവിടെ പോവാ? മോളിയുടെ ഹസ്ബൻഡിന് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊരു ഫ്ലോയിൽ വന്നായിരുന്നു. അതെ. പിടിച്ചിങ്ങനെ കറക്കി വന്നപ്പോഴാണ് നിർത്തി കളഞ്ഞത്. ആക്ച്വലി പുള്ളി അതല്ല, പുള്ളിക്ക് അല്ല, ടോയ്ലറ്റ് പോകണമെന്ന്. കാരണം ജ്യൂസ് കുടിച്ചില്ലേ, ഡീഹൈഡ്രേഷൻ മാറി അല്ല, വരുന്നത്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളി എന്റെ ഫസ്റ്റ് ആ ഒരു എടുപ്പില്ലേ, ഇങ്ങനെ വളച്ചെടുത്തില്ലേ, അതില് പുള്ളി വീണെന്ന് തോന്നുന്നു. ഭയന്നിട്ടുണ്ട്. ഏയ്, നിങ്ങക്ക് അറിയാൻ കഴിഞ്ഞിട്ട് പുള്ളി കലാതിലകം കലാപ്രതിഭ ഒന്നിച്ചായതാ. എന്റെ ചേട്ടന്റെ മുമ്പില് തോൽക്കാൻ പറ്റാത്തോണ്ടാണോ? ഏയ്, അങ്ങനെ പറയരുത്. എന്റെ അകത്ത് വല്ല വർക്കപ്പണി വല്ലതും ഉണ്ടായിരുന്നു. എല്ലാം തീർത്തല്ലോ. ഓക്കെ, റെഡി അല്ലേ? റെഡി. സോങ് ഇട്ടോളൂ. മോളി ഇത് വല്ലാത്ത- നിർബന്ധിക്കണ്ട. ചിലപ്പോ തോറ്റു പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കും കേട്ടോ. അല്ല, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ട് പോകുമ്പോ ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നത് ഇഷ്ടമല്ല. ഒന്നാമത് പണ്ടേ എന്റെ ടച്ച് വിട്ടു പോയി. 1 minute. ഇപ്പൊ വരും. അതെ, വരുന്നുണ്ട്. നാട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങി ഓടുന്നത്. ഞാൻ പോയില്ലെങ്കിൽ നീ ഇവിടെ മൊത്തം നാറും. മക്കളെ തുടങ്ങാം. അല്ല, ചാടി അങ്ങോട്ട് കളിച്ചോണേ. പട്ടക്കാലി ഇരിക്കുമ്പോ സൂക്ഷിക്കണേ. പഠിപ്പിച്ചു കൊടുക്കണ്ട, അറിയാം. പാട്ട് എന്താ കളിച്ച ഫ്ലോയിൽ വരുമ്പോ ഫ്ലോ ഉണ്ട് കളയുന്നു. ഞാനിത് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ മോളി, എന്റെ ചേട്ടന്റെ മുമ്പിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല. ഇത് 18ാമത്തെ തടവാണ്. കാരണം പുള്ളിക്ക് പിടി കിട്ടുന്നില്ല. അങ്ങനെ എന്നോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അല്ല, അതുകൊണ്ടല്ല. അങ്ങനെയല്ല. എന്താണെന്ന് അറിയില്ല. 1 minute. നിങ്ങൾ വലിയ കഥകളി അകത്ത് റെസ്ലിംഗ് വല്ല നടത്തിയിട്ട് വരുമോ? ഈ പ്രാവശ്യം ഞാൻ തെറ്റിച്ച നിങ്ങൾ ജയിച്ച് ഞാൻ പോറ്റ്. അങ്ങനെയൊന്നും തോക്കത്തില്ല. പാട്ടിടാം, പാട്ട്.
അയ്യോ എനിക്ക് വയ്യ. എന്താ പറ്റിയ ഇതാ ഒരു പുതിയ സ്റ്റെപ്പായിരുന്നു, നല്ലായിരുന്നു. അടിയറവ് പറഞ്ഞു. എന്തോട്ട് ഇനി പറയണം, വല്ലവരുടെ ഫോട്ടോയ്ക്ക് പെണ്ണുമ്പിള്ള ചാടിക്കയറി കമന്റ് ഇടുമ്പോൾ വെല്ലു വിളിക്കരുത്. കല എന്ന് പറഞ്ഞാൽ ആരെയും സ്വത്തല്ല, ചിലപ്പോ കയറി ഇറങ്ങി നിൽക്കും. അതിപ്പോ ഒരാൾ തളർന്നു പോയാലും ഇല്ലേ വെല്ലു വിളിക്കാൻ നിൽക്കും. അങ്ങനെ തളരത്തില്ല, എന്റെ ഹൗസ് തളരത്തില്ല അല്ലേ? തളർന്നില്ല. ഒരു പ്രാവശ്യം കൂടെ പാട്ടിടാം, ഒരു പ്രാവശ്യം കൂടെ പാട്ടിടാം. അതല്ല പറഞ്ഞത്, കല കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല, നമുക്ക് കുറച്ചറിയാം. പറ്റും. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒരു പാട്ടൊക്കെ ഇനി പാട്ടിടുന്നെങ്കിൽ സുമുഹൂർത്തമേ സ്വസ്തി അല്ല ഇടേണ്ടത്. ആ അല്ലു അർജുന്റെ പുഷ്പയിലെ പാട്ടിട്ടോട്. നിന്റെ പ്രസ്റ്റീജും പ്രഷർ കുക്കറൊക്കെ തിരിച്ചു കിട്ടിയില്ലേ? നിന്റെ സഹോദരിയുടെ കണ്ണീര് കണ്ണീര് വീടില്ലല്ലോ, ഒരു തുള്ളി വീടില്ല. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ജയിക്കാൻ വേണ്ടി എന്ത് നാറിയ കളി കളിക്കും നമ്മൾ അല്ലേ? ചത്ത